ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാരെ അറിയാമെന്ന് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താന. ഇരുവരുമായി ലഹരി ഇടപാടുകൾ ഇല്ലെന്നും തസ്ലീമ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി കേസിലെ 3 പ്രതികളെയും 3 ദിവസത്തേക്ക് എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങി. സിനിമാ മേഖലയിലെ പലരെയും തനിക്കറിയാം. ഷൈൻ ടോം ചാക്കോയുമായും പരിചയമുണ്ട്. എന്നാൽ ഇവരുമായി ലഹരി ഇടപാടുകളില്ലെന്നാണ് കോടതിയിൽ എത്തിച്ചപ്പോൾ തസ്ലീമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവരുടെ ഫ്രണ്ട്സാണ്, പക്ഷെ അവരുമായിട്ട് ആരുമായിട്ട് എനിക്ക് കേസിലെ 2ഉം 3ഉം പ്രതികളായ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ്, ചെന്നൈയിൽ നിന്നും അറസ്റ്റ് ചെയ്ത തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അലി അക്ബർ എന്നിവരെ രാവിലെ ആലപ്പുഴ ജില്ലാ കോടതിയിൽ എത്തിച്ചു. വൈകുന്നേരത്തോടെ കൊട്ടാരക്കര സബ് ജയിലിൽ നിന്നും 1ാം പ്രതി തസ്ലീമയെ എത്തിച്ചതിനു ശേഷമാണ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. കേസുമായി ബന്ധമൊന്നുമില്ലെന്ന് 3ാം പ്രതി സുൽത്താൻ അലി അക്ബറിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ലഹരി വാങ്ങുകയോ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല എന്നും 1ാം പ്രതിയുടെ ഭർത്താവാണെന്നുള്ള ഒറ്റ കാരണത്താലാണ് അറസ്റ്റെന്നും വാദമുണ്ടായി. ഈ മാസം 24 വരെയാണ് പ്രതികളുടെ കസ്റ്റഡി കാലാവധി. ഇവരിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ തെളിവെടുപ്പ് നടത്തും. ഈ പ്രതികളെ സെപ്പറേറ്റ് ആയിട്ടും അതേപോലെ കൂട്ടത്തിലായിട്ടും ചോദ്യം ചെയ്യും. അവരുടെ മൊബൈൽ ഡീറ്റെയിൽസും മറ്റുമുള്ള വെച്ച് വെരിഫിക്കേഷൻ നടത്തും. പിന്നെ അവരുടെ ട്രാൻസാക്ഷൻ പരിശോധിക്കും. വാട്സാപ്പ് ചാറ്റുകളും മറ്റും പരിശോധിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. അന്വേഷണ ഉദ്യോഗസ്ഥർ 3 സംഘങ്ങളായി തിരിഞ്ഞ് പ്രതികളെ ഒറ്റയ്ക്കിരുത്തി സമാന്തരമായിട്ടാകും ചോദ്യം ചെയ്യുക. പ്രതികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം മനസ്സിലാക്കാനാണ് ഇത്തരമൊരു നീക്കം. 100ൽ പരം ചോദ്യങ്ങളടങ്ങിയ പ്രത്യേക ചോദ്യാവലിയും എക്സൈസ് ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ 25ൽ പരം ചോദ്യങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. സുൽത്താൻ അക്ബർ അലിയുടെ സ്വർണ്ണക്കടത്ത് ഇടപാടുകളിലും വ്യക്തത വരുത്തും. പ്രതികളുടെ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ തസ്ലീമ വെളിപ്പെടുത്തിയ താരങ്ങളെ നോട്ടീസ് അയച്ചു വരുത്തി ചോദ്യം ചെയ്യൂ. ന്യൂസ് മലയാളം, ആലപ്പുഴ.